ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും അരിപ്പൊടിയും കൊണ്ട് നല്ല മധുരമുള്ള മത്തങ്ങ പിടിയാണ്. ചില ആൾക്കാർക്ക് മത്തങ്ങ കറി വെച്ച് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവത്തില്ല. അതേപോലെ ചില കുട്ടികൾ മത്തങ്ങ കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് മത്തങ്ങ കഴിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണിത്. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ എത്ര മത്തങ്ങ കഴിക്കാത്ത ആൾക്കാരും തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പോൾ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് മത്തങ്ങാപ്പിടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മത്തങ്ങ. ഇത് ഒരു മത്തങ്ങ 1/2 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു മത്തങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ഏത് തരം മത്തങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ നന്നായിട്ട് പഴുത്ത മത്തങ്ങയായിരിക്കണം. നാടൻ മത്തങ്ങയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിപ്പോൾ ഇതിൻ്റെ പേര് ഡിസ്കോ മത്തൻ എന്നാണ് കടയിൽ നിന്ന് അവർ പറഞ്ഞത്. കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മത്തങ്ങ മേടിച്ചത്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടി. ഇത് നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ കുറച്ച് നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരിങ്ങ, പിന്നെ 1.5-2 കപ്പോളം ശർക്കര ഉരുക്കിയതാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. പിന്നെ ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും അതിൻ്റെ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത്. ഇനി നമുക്ക് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്ത് പിടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. അതിന് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ശരിക്കും അരിപ്പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുന്ന അതുപോലെ തന്നെ വാട്ടിയെടുക്കണം. അതൊന്ന് ഇളക്കി നന്നായിട്ട് വാട്ടിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറി നമുക്കൊന്ന് കുഴയ്ക്കാനുള്ള ചൂടാകുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പത്തിരിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പം കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ആക്കിയ ശേഷം കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ട് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനാക്കിയെടുക്കാം. ബോളോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പം നമ്മൾ തന്നെ ചെയ്യണം എന്നില്ല. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇതെല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങയും കൂടി വേവിച്ചെടുക്കാം. മത്തങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങയാണ്. അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി മത്തങ്ങയിൽ എന്തായാലും വെള്ളം ഇറങ്ങും. എന്നാലും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പിടിയെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിടിയെല്ലാം ഉരുട്ടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങയുടെ 2-ാം പാൽ വെച്ചിട്ടാണ് പിടി വേവിച്ചെടുക്കുന്നത്. അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. അതിലേക്ക് പിടിയെല്ലാം ഇട്ട് കൊടുക്കാം. 2-ാം പാലിൽ തന്നെ പിടി വേവിച്ചെടുക്കണം എന്നില്ല. നമുക്ക് സാധാ വെള്ളത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. 2-ാം പാലിലിട്ട് വേവിക്കുമ്പം തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ആ പിടിയിലോട്ട് കിട്ടും. പിന്നെ ഒരു 1/2 ഗ്ലാസോളം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു മധുരവും കൂടെ പിടിക്ക് കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെന്ത് വെള്ളമെല്ലാം വറ്റി. അപ്പം വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ തുറക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനാണ് വെന്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് മാവ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം. അപ്പം ഞാൻ പിടി വേറൊരു അടുപ്പിലോട്ട് മാറ്റി വെച്ച് കുറുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വരട്ടിയെടുക്കാം. അതിന് ഞാൻ ഇതിലേക്ക് ഒരു 1-1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. നമ്മളത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് അടി പിടിക്കും. അപ്പോൾ ഇതൊരു മസ്റ്റായിട്ടുള്ള സ്റ്റെപ്പൊന്നുമല്ല. കാരണം ചിലർക്ക് മത്തങ്ങയുടെ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിത് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഉടച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് ശർക്കര പാനി ആഡ് ചെയ്യാം. ഇതിപ്പം നെയ്യിൽ വരട്ടിയെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ശർക്കരപ്പാനി ചേർത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് അതിൻ്റെ മധുരം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർക്കുന്ന ശർക്കരപ്പാനിയുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മധുരം ചെക്ക് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അവരവരുടെ ആവശ്യം അനുസരിച്ചിട്ട് മാത്രം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക.
ഇതിപ്പം മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു. ഇപ്പം മൊത്തം ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനിയുടെ ഒരു 1/4 ഭാഗത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അത്രയും തന്നെ മതിയാകുമെന്ന് തോന്നുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് തിളച്ചിട്ട് ദേഹത്തൊക്കെ തെറിച്ച് വീഴും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പിടി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിടി വെന്തതും മത്തങ്ങ വരട്ടിയതും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ പിടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും ഇപ്പം നന്നായിട്ട് കുറുകിയായിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് 1/4 പാലും കൂടിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാകും. അപ്പോൾ അത് കുക്കറിലെല്ലാം കൂടി കൊള്ളാത്തതുകൊണ്ട് ഞാൻ ആ പാനിലേക്ക് തന്നെ മാറ്റി കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ആ കുക്കർ കഴുകി കുറച്ച് ചൂടുവെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയായിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളവും കൂടി ചേർത്തത്. കുറുകി തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എല്ലാം കൂടി മിക്സായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് വേണമെങ്കിൽ മധുരം ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യം എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പരുവത്തിന് തന്നെയാണ് മധുരം ഉള്ളത്, അതുകൊണ്ട് ഇനിയിപ്പം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അതും കൂടി ചേർക്കുമ്പോൾ ഒരു ചെറിയ കൊഴുപ്പ് കിട്ടും, അതുകൊണ്ടാണ് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്താൽ ഉടനെ തന്നെ നമ്മളത് ഇളക്കി മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടി പോകും. അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 പാൽ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി, അത് തിളച്ച് പോകരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കരുത്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി തന്നെ ഇത് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, എല്ലാം മിക്സായി ചൂടായി വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയോ ചുക്കിൻ്റെ പൊടിയോ അതല്ല ജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കിൻ്റെ പൊടി ചേർത്താലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പിടി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.